ഹായ് ഗായ്സ്, ഇപ്പോൾ നോമ്പ് 4 അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നോമ്പ് തുറ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബഹളങ്ങളാണ് ഈ കാണുന്നത്. ഫ്രൂട്ട്സൊക്കെ എല്ലാവരും ഓരോ പാത്രത്തിലായി സെറ്റ് ചെയ്യുന്നതാണ്. എന്തായാലും നോമ്പ് തുറ എന്ന് പറഞ്ഞൊരു രസമാണല്ലോ. നമ്മുടെ ഫാമിലിയൊക്കെ വന്ന് എല്ലാം സഹായിച്ച് നല്ല അടിപൊളിയായിട്ടുള്ളൊരു നോമ്പ് തുറയായിരുന്നു. സംഭവം എൻ്റെ താത്താൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. ഇപ്പോൾ വെള്ളമല്ല, ഇത് പൈനാപ്പിൾ ജ്യൂസാണ്. അപ്പോൾ അത് താത്ത ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. ഒരു തിരക്കായിരുന്നു. ഞങ്ങൾ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് മുൻപാണ് വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ആ തിരക്കാണിത്. അപ്പോൾ എന്തായാലും കറക്റ്റ് സമയത്ത് വന്നു. അപ്പോൾ ഫ്രൂട്ട്സും പൊരിക്കടികളും ഒക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് അവരൊക്കെ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു വീഡിയോ ആയി. അങ്ങനെ എല്ലാതും സെറ്റാക്കി വെച്ചിട്ട് ഉള്ളതാണ്. എന്തായാലും നോമ്പ് തുറ എന്ന് പറയുമ്പോൾ ഒരു രസമാണ്. നമ്മുടെ ഫാമിലീസിൻ്റെ ഒക്കെ ഒരു ഒത്തുകൂടലാണ്. അപ്പോൾ പിന്നെ അവരെ വർത്താനങ്ങളും ആ ബാങ്ക് കൊടുക്കുന്ന ടൈമിലുള്ള ഓരോ രസകരമായ കാര്യങ്ങളൊക്കെ നല്ല സംഭവമായിരുന്നു. അപ്പോൾ നോമ്പല്ല, ബാങ്ക് കൊടുക്കാനായി തുടങ്ങി. എല്ലാതും ടേബിളുമ്മ സെറ്റാക്കി തുടങ്ങി. പിന്നെ കുറേ ആളുകളുണ്ടായിരുന്നു. താത്താൻ്റെ വീട്ടിലത്തെ അവരെ ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാതും കറക്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഞാനും കൊണ്ടുപോയി വെച്ചു. ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എന്താണെന്ന് നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ എന്തായാലും ഈ നോമ്പ് തുറ എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും വീഡിയോ കാണും, പക്ഷെ ലൈക്ക് ചെയ്യാൻ എല്ലാവരും മറക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോക്കെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഗായ്സ്. ഇത് എൻ്റെ ഒരു അഭ്യർത്ഥനയായി നിങ്ങൾ കാണണം. എല്ലാ വീഡിയോക്കും ഞാൻ ചോദിക്കുന്നുണ്ട്, പക്ഷേ ലൈക്ക് കുറവാണ്. എന്തായാലും പൊറാട്ടയും ബീഫ് കറി കോഴിക്കറിയായിരുന്നു അവിടെ ഫുഡായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കോഴിക്കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിപൊളി കോഴിക്കറി. പിന്നെ ഇത് ബീഫ് കറിയാണ്. അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ ബീഫ് കൂട്ടും, ബീഫല്ല, കുറച്ച് ആൾക്കാർ കോഴിക്കറി കൂട്ടില്ല. അപ്പോൾ ബീഫ് കറി അവർക്ക് വേണ്ടിയിട്ടായിട്ട് ചെറുതായി ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്തായാലും നോമ്പ് തുറക്കാനായി, ബാങ്ക് കുടിക്കാനായി. അപ്പോൾ കുട്ടികളൊക്കെ അതാ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുന്നുണ്ട്. അപ്പം ഞാനും വെള്ളമൊക്കെ എടുത്തിച്ച് സെറ്റായി. ഈത്തപ്പഴം എടുത്തു. ഈ ഈത്തപ്പഴം നല്ല സോഫ്റ്റായിരുന്നു. നല്ല സോഫ്റ്റ് നല്ലല്ലോ, സോഫ്റ്റ്. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫുഡ് അടിയാണ് നെക്സ്റ്റ്. നോമ്പറക്കൽ കഴിഞ്ഞ് ആ ബഹളമൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. പൊറോട്ട, ബീഫ് കറി, കോഴിക്കറി ഒക്കെ ടേബിൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ പത്തിരി ഉണ്ടായിരുന്നു.